ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഷീജ സുരേഷ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് ഒരു ബിസിനസ്സായി മാറ്റാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്കും അടുത്തുള്ളവർക്കൊക്കെ നമ്മൾ ഡ്രസ്സ് തയ്ച്ചു കൊടുത്തതിന് ശേഷം അങ്ങനെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള നമ്മുടെ തയ്യൽ എങ്ങനെയാണ് പുറത്തറിയിക്കാനുള്ളത് എന്നൊക്കെയുള്ള അതിൻ്റെയൊക്കെ ടിപ്സ് ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചാനൽ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ആ വീഡിയോസിൽ പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ കുറേ ടിപ്സ് ഈ വീഡിയോസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പല ഡിസൈൻസ്, പാറ്റേൺ മേക്കിംഗ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും തയ്യലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ചു കഴിഞ്ഞു, നമുക്ക് ബിസിനസ്സിലേക്ക് പോകണം. നമ്മൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞു, നല്ല ഭംഗിയായിട്ട് തയ്ക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊരു ചെറിയ മെഷീനൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം വാങ്ങുക. അപ്പോൾ നമ്മൾ ആ ഒരു മെഷീൻ വെച്ച് തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വലിയ എമൗണ്ട് മുതൽ മുടക്കില്ലാതെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളൊക്കെ വീട്ടമ്മമാരായിരിക്കും. സ്റ്റിച്ചിങ് ഒക്കെ ബിസിനസ്സാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പലരും, എൻ്റെ വീഡിയോസ് കാണുന്ന പലരും വീട്ടമ്മമാരായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് രൂപ ആദ്യമേ ചിലവാക്കി വലിയ രീതിയിൽ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടിരിക്കാൻ പാടില്ല. നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ വരുമാനങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമ്മൾ പുതിയ പ്രോഡക്റ്റ്സ്, ഇപ്പം വലിയൊരു മെഷീൻ വാങ്ങണം, ഒരുപാട് തയ്യലൊക്കെ കിട്ടുന്നുണ്ട്, പെട്ടെന്ന് തയ്ക്കാൻ ഒരു പവർ മെഷീൻ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാശുണ്ടല്ലോ, അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഒരു മെഷീൻ വാങ്ങാം. പിന്നെ നമുക്ക് വേണ്ടത് അയൺ ബോക്സ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒരു ടേബിൾ വേണം, കട്ടിങ് ടേബിൾ വേണം. അതൊക്കെ നമ്മൾ വാങ്ങേണ്ടത് നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ കുറച്ചൊരു തുച്ഛമായ പൈസ മാറ്റി വെച്ച് വേണം നമ്മൾ ഓരോന്നായിട്ട് ചെയ്യാൻ. ആദ്യമേ തന്നെ നമുക്കിതെല്ലാം കിട്ടിയിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കരുത്. ചെറിയ രീതിയിലൊന്ന് തുടങ്ങുക. അപ്പോൾ നമ്മുടെ ബിസിനസ് ഡേ ബൈ ഡേ ആയിട്ട് അത് ഡെവലപ്പായി വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്കിനി നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു പ്ലേസ് ആവശ്യമാണ്. ഇപ്പോൾ വീട്ടിൽ സൗകര്യമുള്ള, ടൈലറിങ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ സൗകര്യമുള്ളവരാണെങ്കിൽ ഒരു റൂമൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിനായിട്ട് നമ്മുടെ മെറ്റീരിയൽസൊക്കെ വയ്ക്കാനും ഒക്കെ നമുക്ക് പറ്റുന്ന സ്ഥലമുണ്ട്. അങ്ങനെ ഒരു റൂം സൗകര്യമൊക്കെ ഉള്ളവർ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് വാടക ലാഭിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വീട്ടിൽ സൗകര്യമില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കടമുറി ഒന്ന് വാടകയ്ക്ക് എടുക്കുക. ചെറിയൊരു കടമുറി വാടകയ്ക്ക് എടുക്കുക. നല്ല രീതിയിൽ നമ്മുടെ പ്രോഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ളൊരു വഴി, നമ്മളിപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് നമ്മുടെ ചുറ്റുമുള്ളവർ കണ്ട് ഒക്കെയാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഒത്തിരി ആളുകളൊക്കെ വരുന്നൊരു സ്ഥലം നോക്കി എടുക്കുക. വളരെ വാടക കുറഞ്ഞത് രീതിയിൽ, അതായത് നമ്മളെപ്പോഴും ചിലവ് കൺട്രോൾ ചെയ്ത് വേണം പോകാൻ. ഇപ്പോൾ വാടക കുറഞ്ഞ രീതിയിലുള്ള ഒരു ഷോപ്പ് നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് അവിടെ പോയതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയല്ലേ സെറ്റ് ചെയ്യാനുള്ളത്. സ്റ്റാൻഡ്, മറ്റു കാര്യങ്ങളൊക്കെ, അതൊക്കെ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുക. നമ്മുടെ ഒരു അലമാരയോ ഒരു സ്റ്റാൻഡോ ഒക്കെ വേണം. നമ്മുടെ മെറ്റീരിയൽസ്, തുണികളൊക്കെ നമുക്ക് വയ്ക്കാനായിട്ട്. ആളുകൾ കൊണ്ടുവരുന്ന തുണികളായാലും നമ്മൾ കുറച്ച് മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ, ലൈനിങ്ങോ മറ്റ് റണ്ണിങ് മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തുക. ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പ് എടുക്കുമ്പോൾ എടുക്കുക. പിന്നെ അടുത്തത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ്സിലെ ഏറ്റവും വലിയൊരു തന്ത്രം എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബിസിനസ് വളരുന്നത്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ക്ഷമ ഉണ്ടാവണം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് തുണികൾ കൊണ്ടുവരുമ്പോൾ പലരും പല മോഡലുകൾ കൊണ്ടുവരാം. അപ്പോൾ നമുക്കത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടേതായ ഐഡിയ കൂടെ ചേർത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. എന്നാൽ ചിലരാണെങ്കിൽ കൊണ്ടുവരുന്ന മോഡൽസിൽ ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അവർ തയ്ക്കുന്ന അതേ പാറ്റേണിൽ തന്നെ തയ്ക്കണം, അങ്ങനെ തന്നെ ആയിരിക്കണം, ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് വാശി പിടിക്കുന്നവരുണ്ടാവും. ഭയങ്കരമായിട്ട് ചിലർ നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മളോട് ഇടപെടുന്നവരുണ്ടാവും. മാത്രമല്ല, ചെറുതായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തു ചെയ്യും, നമ്മൾ തയ്ച്ചു കൊടുത്തൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി പോകുന്നവരുണ്ടാവും. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ കൊടുത്ത ഡ്രസ്സ് അവർക്ക്
പെർഫെക്റ്റ് ആണ് എങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മുടെ ഷോപ്പിനകത്ത് വന്ന് നമ്മുടെ അടുത്ത് പറയും, സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു എന്ന് നമ്മുടെ അടുത്ത് പറയും അല്ലേ. നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ സൂപ്പറായിരുന്നു, തയ്ക്കുന്നവർക്ക് ഇത് വ്യക്തമായിട്ട് അറിയാമായിരിക്കും, നിങ്ങളുടെ സ്റ്റിച്ചിങ്ങൊക്കെ സൂപ്പറായിരുന്നു, പക്കായിരുന്നു എന്ന് പറയും. എന്നാൽ നമ്മൾ തയ്ച്ചു കൊടുക്കുന്നതിലൊരു ചെറിയ തെറ്റുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, റോഡിൽ നിന്ന് അങ്ങ് ജംഗ്ഷനിൽ വരുമ്പോഴേ എന്ത് വിളിച്ച് പറയും, ഈ കുറ്റങ്ങൾ മൊത്തം ഫുള്ള് ഉറച്ചത്തി വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അത് പല തയ്ക്കുന്ന ആളുകൾക്കുള്ള ഒരു സത്യം, അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. കസ്റ്റമേഴ്സ് ചിലരുടെ ക്യാരക്ടറാണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത്. എന്നാൽ ചിലർ രഹസ്യമായിട്ട് വന്ന് പറയുന്നു മാറ്റിത്തരണം എന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് നമ്മുടെ ഫ്രണ്ടിൽ വരാം. അപ്പോൾ അവരെയൊക്കെ ഡീൽ ചെയ്യേണ്ടുന്ന ഒരു നയത്തിലായിരിക്കണം ഡീൽ ചെയ്യേണ്ടത്. നമ്മുടെ ദേഷ്യമോ ഫ്രസ്ട്രേഷനോ ഒന്നും അവരോട് കാണിക്കേണ്ട ആവശ്യമില്ല. അവർ വന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഫീലാകും. പക്ഷേ എങ്കിലും അതെന്ത് ചെയ്യരുത്, അവരുടെ മുന്നിൽ വെച്ച് അവരോട് കാണിക്കാൻ പാടില്ല. അവർ പോയതിന് ശേഷം നിങ്ങൾ പത്തിരുന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ അവർ വരുന്ന സമയത്ത്, നമ്മൾ ആ കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന സമയത്ത് മിതമായ രീതിക്ക് നമ്മുടെ ദേഷ്യവും പിണക്കവും ഒക്കെ കൺട്രോൾ ചെയ്ത് വേണം നമ്മൾ ഡീൽ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പിന്നെ സ്റ്റിച്ചിങ്ങിന് കൊണ്ടുവരില്ല. മാത്രമല്ല അവർ വേറെ ആളുകളുടെ അടുത്ത് പറയാം, വൃത്തിയായിട്ട് തയ്ക്കില്ല, അവിടെ കൊടുക്കണ്ട കേട്ടോ എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ബിസിനസ്സിനെ അത് ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനോട് ഇടപെടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ക്ഷമ നമ്മൾ പാലിക്കണം. നമ്മൾ ക്ഷമ നഷ്ടപ്പെട്ട് ഒരിക്കലും ഒരു കസ്റ്റമേഴ്സിനെയും ഡീൽ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ. നമ്മൾ തയ്ക്കുന്ന തുണികൾ നമ്മുടെ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലൊരു റൂമുണ്ടല്ലോ, സ്റ്റിച്ചിങ് ഏരിയയിൽ നമ്മളതൊന്ന് ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ കയ്യിൽ തയ്ക്കാൻ തുണികൾ കൊണ്ടുവരുന്ന മറ്റുള്ള വ്യക്തികളുണ്ടല്ലോ, അവർ ഇത് കണ്ടിട്ട് അവർക്കും ഇതുപോലെ ഒന്ന് തയ്ക്കണം എന്നൊക്കെ അവർ കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ എന്തൊക്കെ തയ്ക്കും എന്നുള്ളതൊക്കെ അറിയുന്നത്. അപ്പോൾ അവരത് കണ്ടിട്ട് നമുക്ക് പിന്നെ ഡ്രസ്സുകൾ വേറെ മക്കളുടേതും കൊച്ചുമക്കളുടെയും ഒക്കെ തുണികളൊക്കെ കൊണ്ട് തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഡിസ്പ്ലേ ചെയ്ത് വയ്ക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് നമ്മൾ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു അറിവിൽ ബിസിനസ് നല്ല രീതിയിൽ, അതും ടൈലറിങ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നമ്മളൊരു ബിസിനസ്സായിട്ട് അത് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ചിലർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.